IS ഭീകരാക്രമണ ആസൂത്രകനെയും മറ്റ് തീവ്രവാദികളെയും ലക്ഷ്യമിട്ട് സൊമാലിയയിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് IS ഭീകരർക്കെതിരെ ആക്രമണം നടത്തിയത്. നിരവധി ഭീകരർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. സൊമാലിയയിലെ ബാരി മേഖലയിലെ ഗോലീസ് പർവ്വതനിരകളിലാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുകയും ഒന്നിലധികം തീവ്രവാദികളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അമേരിക്കയുടെ ഓപ്പറേഷനിൽ സാധാരണക്കാർക്കാർക്കും പരിക്ക് പറ്റിയിട്ടില്ലെന്ന് പെന്റഗൺ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. തന്റെ സമൂഹമാധ്യമത്തിലൂടെയാണ് തീവ്രവാദികൾക്ക് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണത്തെക്കുറിച്ച് ട്രംപ് വ്യക്തമാക്കിയത്. IS കൊലയാളികൾ അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. മുതിർന്ന IS ഭീകരനെ അമേരിക്കൻ സൈന്യം വർഷങ്ങളായി ട്രാക്ക് ചെയ്തിരുന്നുവെന്നും എന്നാൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടത്തിന് ഇതിനെതിരെ പ്രവർത്തിക്കാൻ സാധിച്ചില്ലെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരർക്കെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തോടെ അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കുമെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ആത്മവിശ്വാസത്തെ തകർത്തുവെന്ന് ട്രംപ് പറഞ്ഞു. ഭീകരരെ കണ്ടെത്താനും ഉന്മൂലനം ചെയ്യാനും അമേരിക്ക എപ്പോഴും തയ്യാറാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൊമാലിയൻ അധികാരികളുടെ ഏകോപനത്തോടെയാണ് IS ഭീകരർക്കെതിരെ ഓപ്പറേഷൻ നടത്തിയത്. സൊമാലിയൻ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദിനെ ISനെതിരെ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് അറിയിച്ചിരുന്നതായും അമേരിക്ക സ്ഥിരീകരിച്ചു. 2015 അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള അൽ-ഷബാബ് ഗ്രൂപ്പിൽ നിന്ന് ഒരു വിഭാഗം വേർപിരിഞ്ഞതിനു ശേഷമാണ് സൊമാലിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉയർന്നുവന്നത്. മേഖലയിലെ പ്രബലമായ ഭീകരസംഘടനയായി അൽ-ഷബാബ് തുടരുമ്പോൾ രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വിപുലപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് IS ഭീകരർ. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.